അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഇവിടെ ഉണ്ടോ? എന്താ ചോദ്യം? ഏതായത്ത്? ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും. ബാക്കി ഓതി. അറബി കോളേജാണല്ലോ. ഫീ ഷൈ, തങ്ങളുടെ ദീനിനെ വ്യത്യസ്ത കക്ഷികളാക്കി തിരിക്കുകയും അവർ കക്ഷികളായി മാറുകയും ചെയ്ത ആളുകൾ, താങ്കൾ അവരിൽ യാതൊന്നും തന്നെ അല്ല, അതിൽ ഒരു കാര്യത്തിലും താങ്കൾക്കതിൽ ബാധ്യതയില്ല എന്ന ആശയമുള്ള ആയത്താണ് സഹോദരി ചോദിച്ചത്. അപ്പൊ എന്താണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ ഇത്രയധികം കക്ഷികളായി പിരിയാൻ നിമിത്തമായത് എന്നാണ് ചോദ്യത്തിൻ്റെ മർമ്മം. നല്ല ചോദ്യമാണ്, അൽഹംദുലില്ലാഹ്. യഥാർത്ഥത്തിൽ പ്രവാചകരുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ എത്ര വിഭാഗമാണ്? നബിയുടെ കാലത്ത് പറയും. അടുത്തുള്ള ആൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള വിളിക്കുക, ഇപ്പുറത്തുള്ള ഉറങ്ങുന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള വിളിക്കുക. ആരും ഉറങ്ങുന്നില്ല, അൽഹംദുലില്ലാഹ്. ഒറ്റ കുട്ടിയും ഉറങ്ങുന്നില്ല. അപ്പം നബിയുടെ കാലത്ത് മുസ്ലിമീങ്ങൾ എത്ര വിഭാഗം ഉണ്ടാവും? ഒറ്റ ഒന്നേ ഉള്ളൂ. കാരണം അന്ന് മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ വിശ്വാസം എന്താണ്, നിലപാടെന്താണ് എന്നൊക്കെ വ്യക്തമാണ്. അന്ന് മുസ്ലിം അല്ലാത്തവൻ അതേ ഉള്ളൂ. ഞാനൊരു മുസ്ലിമാണ് എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ അവൻ്റെ വിശ്വാസം എന്താണ് എന്ന് പിന്നെ ചോദിക്കേണ്ടതില്ല. അവൻ നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല. എത്ര വഖത്ത് നിസ്കരിക്കാറുണ്ട് എന്ന് ചോദിക്കേണ്ടതില്ല. നോമ്പ് എടുക്കുമോ നീ എന്ന് ചോദിക്കേണ്ടതില്ല. ഒരു മുസ്ലിം ആണെങ്കിൽ അതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒറ്റ പേര് പറഞ്ഞാൽ മതി, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. പിന്നീട് മുസ്ലിമീങ്ങളിൽ ചില സംഘങ്ങൾ ഉണ്ടായി വന്നു. ആദ്യകാലത്തുണ്ടായ ഒരു സംഘത്തിന്റെ പേര് പറയും. ഒരു സംഘം, ആദ്യകാലത്തുണ്ടായ സംഘം ഖവാരിജുകൾ. പിന്നെ മറ്റൊന്ന് ഷിയാക്കൾ. പിന്നെ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുള്ള കാലത്തുണ്ടായി വന്ന മൂന്നാമത് സംഘം പറയും. നിങ്ങൾക്ക് അറബി കോളേജാണല്ലോ. മാഷാ അല്ലാഹ്, പെൺകുട്ടികളാണ് പറയുന്നത്, നിങ്ങൾക്ക് മോശമാണ്. ഖദരിയാക്കൾ, ഖവാരിജ്, ഷിയ, ഖദരി. ഒരു പറഞ്ഞതല്ല, വേറെയാണ്, ആയിക്കോട്ടെ. അപ്പൊ ഈ മൂന്നും ഉണ്ടായ കാലത്ത് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഈ മൂന്ന് സംഘവും ഉണ്ടായ കാലത്ത് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അന്നത്തെ അവസ്ഥ നോക്കുക. ശരിയായ മുസ്ലിമീങ്ങൾ ഒരു വിഭാഗം, പിഴച്ചുപോയ ഖവാരിജുകൾ 2, മറ്റൊന്ന് ഷിയാക്കൾ 3, പിന്നൊന്ന് ഖദരികൾ 4. അപ്പൊ എത്ര വിഭാഗമായി? 4 വിഭാഗം. അപ്പൊ ഞാൻ മുസ്ലിമാണ് എന്നൊരാൾ പരിചയപ്പെടുത്തിയാൽ അയാളുടെ വിശ്വാസവും നിലപാടുമെല്ലാം വ്യക്തമായി കിട്ടുമോ? ഇല്ല. അപ്പൊ അടുത്ത ചോദ്യം വരും, ഈ മുസ്ലിമീങ്ങളിൽ ഏത് വിഭാഗത്തിലാണ്? ഖവാരിജാണോ, ഷിയയാണോ, ഖദരിയാണോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാകും. അഥവാ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉടലെടുക്കാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ ഒറിജിനലിനെ തിരിച്ചറിയാൻ ഒരു പ്രത്യേകമായ ഐഡന്റിറ്റി ആവശ്യമായി വന്നു. ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ കൂടെ ഒരു അധികമായ ഐഡന്റിറ്റി കൂടി ആവശ്യമായി വന്നു. അങ്ങനെ അന്ന് സ്വീകരിച്ചു പോന്ന ഐഡന്റിറ്റിയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര്. അപ്പം മുസ്ലിമാണ്, അഹ്ലുസുന്ന വൽ ജമാഅയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലിയറായി, പിന്നെ വേറെ ചോദ്യമില്ല. ആ പേര് എങ്ങനെ സ്വീകരിച്ചു? വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്നുമാണ് സ്വീകരിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറും. അതിൽ ഒരു വിഭാഗം മാത്രമാണ്
സ്വർഗത്തിലേക്ക് എത്തുക, ബാക്കിയെല്ലാം നരകാവകാശികളാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബി ഏതാണ് സ്വർഗാവകാശികൾ? നബി ഞങ്ങളുടെ മറുപടി എന്താണ്? വരട്ടെ, ഉത്തരം വരട്ടെ. മാ അന അലൈഹി വഅസ്ഹാബി, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏത് വഴിയിലാണോ ഉള്ളത് ആ വഴി സ്വീകരിക്കുന്നവർ അവരാണ് സ്വർഗാവകാശികൾ. അപ്പൊ ഞാനും എൻ്റെ സ്വഹാബിമാരും സ്വീകരിച്ച മാർഗം മാ അന അലൈഹി അതാണ് സുന്നത്ത്, വഅസ്ഹാബി അതാണ് ജമാഅത്ത്, അഹ്ലുസുന്ന വൽ ജമാഅ. നബിയുടെ മാർഗവും സ്വഹാബത്തിന്റെ ഏകോപിച്ച വഴിയും സ്വീകരിക്കുന്നവർ എന്നൊരു പേര് അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? തെറ്റായ വഴികൾ 3-4 ഉണ്ടായി വന്നപ്പോൾ. അപ്പോൾ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ചോദിക്കും, നീ അഹ്ലുസുന്ന വൽ ജമാഅയാണോ? അപ്പൊ ചിലർ പറയും, അങ്ങനെ എല്ലാ സുന്നത്തും ഒന്നും സ്വീകരിക്കാൻ പറ്റൂല. പല സ്വഹാബികളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ്, കാഫിറായി പോയവരാണ്, മുർത്തദായി പോയവരാണ്, അവരൊക്കെ ഉദ്ധരിച്ചാൽ സ്വീകാര്യമല്ല. അപ്പൊ മനസ്സിലാക്കാം, ഒരു നിലപാട് ശരിയല്ല. മദ്ഹബിന് 4 ഇമാമുമാർ, അതിൽ കാലം കൊണ്ട് ഒന്നാമത്തെ ഇമാമാരാ? കാലം കൊണ്ട് ഒന്നാമത്തെ ആള് കാലഘട്ടം കൊണ്ട് ഇമാം അബൂ ഹനീഫ. ഹിജ്റ 150 അദ്ദേഹം വഫാത്തായത്. ഹിജ്റ വർഷം 150 മരണപ്പെട്ടു. 150 ജനിച്ച മറ്റൊരു ഇമാമുണ്ട്. ആരാ? ഇമാം ഷാഫിഈ. അബൂ ഹനീഫ ഇമാം മരിച്ച വർഷത്തിലാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല ജനിക്കുന്നത്. അബൂ ഹനീഫ റഹിമഹുല്ല കൂഫയിലാണ്. കൂഫയിൽ നിന്ന് അബൂ ഹനീഫ ഇമാം ഹജ്ജിനായി മക്കയിലേക്ക് വരുന്നു. മക്കയിലെത്തിയപ്പോൾ ആ വർഷം പ്രഗത്ഭനായ താബിഈ അത്വാ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ല ഹജ്ജ് നിർവഹിക്കാൻ ഉണ്ട് എന്ന് അബൂ ഹനീഫ ഇമാം അറിയുന്നു. അബൂ ഹനീഫ താബിഈയാണോ താബിയാണോ എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ചില സ്വഹാബിമാരെ അദ്ദേഹം കണ്ടു എന്ന് ചില ചരിത്രങ്ങളിൽ സൂചനയുണ്ട്. അത് ശരിയാണെങ്കിൽ അദ്ദേഹം താബിഈയാണ്, ഇല്ലെങ്കിൽ അദ്ദേഹം താബിഈയാണ്. എന്താണെങ്കിലും അബൂ ഹനീഫ ഇമാം കൂഫയിൽ നിന്ന് മക്കയിലേക്ക് എത്തി. പ്രഗത്ഭനായ താബിഈ വര്യൻ അത്വാ ഇബ്നു അബീ റബാഹ് ഹജ്ജ് നിർവഹിക്കാൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അബൂ ഹനീഫ വല്ലാതെ ആഗ്രഹിച്ചു. അത്വാഇന്റെ കൂടെ ചെന്ന് കൂടിയിട്ട് ഈ ഹജ്ജ് വേളയിൽ അദ്ദേഹവുമായി സഹവസിക്കാൻ കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ചോദിച്ചറിയാനും അറിവ് പഠിക്കാനുമെല്ലാം വലിയൊരു അവസരമായിരിക്കും. അങ്ങനെ അത്വാഇനെ ചെന്ന് കണ്ടിട്ട് അബൂ ഹനീഫ ഇമാം ചോദിക്കുന്നുണ്ട്, ഞാൻ താങ്കളെ കൂടെ കൂടട്ടെയോ? അത്വാഇന്റെ തിരിച്ചുള്ള ചോദ്യം മിമ്മൻ അന്ത. എന്താ അർത്ഥം? നീ മിമ്മൻ അന്ത, നീ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നീ ഏത് ഗ്രൂപ്പാണ്? അപ്പൊ ആ കാലത്ത് ആ ചോദ്യമുണ്ട്. അബൂ ഹനീഫ ഇമാം തന്റെ ഐഡന്റിറ്റി 3 കാര്യം പറഞ്ഞു കൊടുത്തു. മിമ്മൻ ലാ യസുബ്ബു സലഫ് വയുഅ്മിനു ബിൽ ഖദർ വലാ യുകഫിറു അഹദൻ ബിദംബിൻ ഇർതകബഹു. സ്വഹാബിമാരെ ചീത്ത പറയാത്തവനാണ് ഞാൻ, ഖദറിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ, വൻപാപം ചെയ്തതിന്റെ പേരിൽ കാഫിറായി പോകുമെന്ന് വാദിക്കാത്തവനാണ് ഞാൻ. അഥവാ ഖവാരിജല്ല, ഷിയ അല്ല, മുഅ്തസിലിയല്ല, ഖദരിയല്ല എന്നൊക്കെ അതിൽ നിന്ന് വ്യക്തമായി കിട്ടി. അത്വാ പറഞ്ഞു, അറഫ്തു ഫൽസം, അറഫ്തു എനിക്ക് നിന്നെ മനസ്സിലായി, ഫൽസം നീ കൂടെ കൂടിക്കോ. ഇമാം ഷാത്തബിയുടെ കിതാബുൽ ഇഅ്തിസാമിൽ ഈ സംഭവമുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെയുണ്ട്. അന്ന് അഹ്ലുസുന്ന വൽ ജമാഅ എന്നൊരു പേര് കൂടി വന്നു. ഈ പറഞ്ഞ ആയത്ത് പ്രകാരം ഇന്നല്ലദീന ഫർറഖൂ ദീനഹും, ദീനിനെ വെട്ടിമുറിച്ചവർ, അതിനെ വ്യത്യസ്തമായി ഭിന്നിപ്പിച്ചവർ എന്നതിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് സ്വീകരിച്ചവർ ഈ ആയത്തിന്റെ പരിധിയിൽ വരുമോ? അവർ ദീനി ഭിന്നിപ്പിച്ചവരാണോ? അല്ല. അല്ലാത്തവർ മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയപ്പോൾ
ശരിയെ വേർതിരിച്ചറിയാൻ വേണ്ടി അവർക്കൊരു ഐഡന്റിറ്റി കൂടി സ്വീകരിക്കേണ്ടി വന്നു എന്ന് മാത്രം. കുറച്ചു കാലം മുന്നോട്ട് പോയി മുഅ്തസിലിയാക്കളുണ്ടായി, ജബരികളുണ്ടായി, ജഹ്മികളുണ്ടായി, ജഅദികളുണ്ടായി, തസവുഫ് ഉണ്ടായി, ത്വരീഖത്തുണ്ടായി, അശ്അരിയത്തും മാതുരിദിയത്തും ഉണ്ടായി. ഇങ്ങനെ ധാരാളം സംഘങ്ങൾ പിന്നീട് ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നു. അതിൽ മഹാഭൂരിപക്ഷം സംഘങ്ങളും അവകാശപ്പെടാൻ തുടങ്ങി ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅയാണ്, ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅയാണ് എന്ന് അതിൽ പലരും അവകാശപ്പെടുന്നു. അപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ മുസ്ലിമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അഹ്ലുസുന്ന വൽ ജമാഅയാണ് എന്ന് മാത്രം പറഞ്ഞാലും പോരാ. അഹ്ലുസുന്നയുടെ പേരിൽ തന്നെ വ്യത്യസ്തമായ നയനിലപാടുകൾ സമൂഹത്തിൽ ഉണ്ടായി വന്നു. അതുകൊണ്ട് ഒരാൾ അഹ്ലുസുന്നയാണെന്ന് പറഞ്ഞാലും പിന്നെയും ചോദ്യം ബാക്കിയാണ്. അള്ളാഹുവിന്റെ സിഫാത്തിൽ നിന്റെ നിലപാടെന്താണ്? അഖീദയിൽ നിന്റെ നിലപാടെന്താണ്? തഅ്വീൽ വിഷയത്തിൽ നിന്റെ നിലപാടെന്താണ്? തുടങ്ങി പല കാലത്തിലും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലേ അയാളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഐഡന്റിറ്റിക്ക് പുറമെ മറ്റൊരു ഐഡന്റിറ്റി കൂടി സ്വീകരിക്കേണ്ടി വന്നു. അഹ്ലുസുന്നയാണെന്ന് പറഞ്ഞാൽ പോരാ, ആയത്തോതിയാൽ പോരാ, ഹദീസ് ഉദ്ധരിച്ചാൽ പോരാ, പിന്നെയോ മുൻഗാമികൾ സ്വീകരിച്ച പോലെയാണോ സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നു. അതാണ് മൻഹജുസ് സലഫ്, സലഫുകളുടെ മൻഹജ്, രീതിശാസ്ത്രം. പഴയകാല പണ്ഡിതന്മാരുടെ കിതാബുകളിൽ ഉപയോഗിച്ച പ്രയോഗങ്ങൾ ഒന്ന് മൻഹജുസ് സലഫ്, മറ്റൊന്ന് മസ്ലഖുസ് സലഫ്, ത്വരീഖത്തുസ് സലഫ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ആദ്യകാല പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പല സ്ഥലത്തും പ്രയോഗിച്ച പ്രയോഗം കാണാം. വഇന്നമാ നസ്ലകു ഫീഹാ മസ്ലക സലഫിസ് സ്വാലിഹ്, നാം അതിൽ സ്വീകരിക്കുന്നത് സലഫുസ് സ്വാലിഹുകളുടെ മസ്ലക്കാണ്. മസ്ലഖുസ് സലഫ്, സലഫുകളുടെ മസ്ലക്. അപ്പൊ ക്ലിയറായി, സലഫുകളുടെ മസ്ലക് ഇതാണ്. ത്വരീഖത്തുസ് സലഫ്, അശ്അരികളൊക്കെ പലപ്പോഴും അള്ളാഹുവിന്റെ സിഫാത്ത് തർജീമ പറയും. ത്വരീഖത്തുസ് സലഫ്, സലഫുകളുടെ ത്വരീഖത്ത് ഇങ്ങനെയാണ്, ത്വരീഖത്തുൽ ഖലഫ്, ഖലഫുകളുടെ ത്വരീഖത്ത് ഇങ്ങനെയാണ് എന്ന് വേർതിരിച്ചു പറയുന്നത് കാണാൻ കഴിയും. മൻഹജുസ് സലഫ്, ത്വരീഖത്തുസ് സലഫ്, മസ്ലഖുസ് സലഫ് തുടങ്ങിയ ഒരു അധിക ഐഡന്റിറ്റി കൂടി സ്വീകരിക്കേണ്ടി വന്നു. എന്നാൽ അവർ ആ ഐഡന്റിറ്റി സ്വീകരിച്ചവർ മതത്തെ ഭിന്നിപ്പിച്ചവർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലാത്തവർ ഭിന്നിപ്പുണ്ടാക്കിയപ്പോൾ ആ ഭിന്നിപ്പുകൾക്കിടയിൽ ശരിയെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു അധിക ഐഡന്റിറ്റി സ്വീകരിക്കുക മാത്രമാണ് അവർ ചെയ്തത്. അങ്ങനെയാണ് സലഫിയത്ത്, അല്ലെങ്കിൽ മൻഹജുസ് സലഫ്, മസ്ലഖുസ് സലഫ്, ത്വരീഖത്തുസ് സലഫ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തുടങ്ങിയവരൊക്കെ ധാരാളമായി ഈ പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചതായി കാണാൻ നമുക്ക് സാധിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ സലഫികളാണ്, സലഫുകളെ മാർഗം സ്വീകരിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നവർ തന്നെയും അതിനെതിരായി പ്രയോഗിക്കാൻ തുടങ്ങി. പേര് സലഫി എന്നാണ്, പക്ഷേ സ്വഹീഹ് ബുഖാരിയിലടക്കം പല ഹദീസും സ്വീകാര്യമല്ല എന്നവർ വാദിക്കാൻ തുടങ്ങി. പേരെന്താ? സലഫി. അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട് അശ്അരികൾ പോലും പറയുന്ന അപ്പുറത്തേക്കുള്ള വാദങ്ങൾ ചില ആളുകൾ ഇവിടെ ശബാബ് പോലുള്ള വാരികളിൽ എഴുതാൻ ആരംഭിച്ചു. അള്ളാഹുവിന്റെ നുസൂലിനെ പരിഹസിക്കുന്ന, അവന്റെ ഇസ്തിവാഇനെ ചോദ്യം ചെയ്യുന്ന ലേഖനങ്ങൾ ശബാബിൽ പോലും വന്നു. നബി ഞങ്ങളെ പഠിപ്പിച്ച പല ഹദീസുകളെയും പുച്ഛിക്കുന്ന രീതി ഉണ്ടായി. അവരും പറഞ്ഞു ഞങ്ങൾ സലഫികളാണ്. അപ്പൊ സലഫ് എന്ന, സലഫികൾ എന്ന ആ പേരുകൊണ്ട് മാത്രം ഒരു പക്ഷേ ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരെ അല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാതാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ആളാണ് എന്നുകൂടി പറയേണ്ടി വരും. ഇന്ന് നമ്മളൊരാളെ പരിചയപ്പെട്ടാൽ ഞാൻ വിസ്ഡം ഓർഗനൈസേഷൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ ക്ലിയറാണ്, ഇനി വേറെ ചോദ്യമില്ല. അവൻ വിസ്ഡമാണെന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും നിലപാടെന്താ കൃത്യമായി കിട്ടും, വേറെ ചോദ്യമൊന്നും ആവശ്യമില്ല. അതാണ് യഥാർത്ഥം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതൊരു തഫ്രീഖല്ല, അതൊരു ഭിന്നിപ്പിക്കലല്ല. നേരെ ഭിന്നിപ്പുകൾ ഉണ്ടായി വരുമ്പോൾ ആ ഭിന്നിപ്പുകൾക്കിടയിൽ ശരിയായ നിലപാടിനെ കൃത്യമായി വരച്ചു കാണിക്കാനുള്ള ഒരു അധികമായ ഐഡന്റിറ്റി, തിരിച്ചറിയാനുള്ള ഒരു അളവുകോൽ അധികമായി സ്വീകരിക്കേണ്ടി വരുന്നു എന്ന നിലക്കാണ് സ്വീകരിച്ചത്. അതൊരിക്കലും ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ എന്ന് പറഞ്ഞ ഹദീസിൽ വിമർശിച്ച, ആ വിമർശിക്കപ്പെട്ട
ആളുകളുടെ ആ ഗണത്തിലേക്ക് വരുന്നില്ല. സ്വാർത്ഥമായ താല്പര്യങ്ങളാലോ മറ്റു ചില തെറ്റായ രീതികളാലോ മതത്തിൽ പുതിയ ആശയം കൊണ്ടുവരികയും മതത്തിന് പരിചയമില്ലാത്ത വാദങ്ങൾ കൊണ്ടുവരികയും ചെയ്ത് മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. അത് അംഗീകരിക്കാൻ കഴിയും.